ഒരു കൊടുങ്കാട്ടിൽ ഒരു സിംഹവും സിംഹിണിയും ജീവിച്ചിരുന്നു. കുറച്ചു കാലത്തിനുള്ളിൽ അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. അവർ വളരെയധികം സന്തോഷഭരിതരായി. സിംഹം പെൺസിംഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ വേട്ടയാടാൻ ഇനി ദിവസവും ഒറ്റയ്ക്ക് പോകും. നീ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരുന്നാ മതി. അവരിപ്പോ ചെറിയ കുട്ടികളല്ലേ, പുറത്തെങ്ങും പോകണ്ട കേട്ടോ. കുട്ടികളെ ശ്രദ്ധിച്ചോണേ. അന്നു മുതൽ അന്നന്നത്തെ ഭക്ഷണത്തിനു വേണ്ടി സിംഹം ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. തിരിച്ചു വരുമ്പോൾ അതൊരുപാട് ഭക്ഷണം തന്റെ കുടുംബത്തിനു വേണ്ടി കൊണ്ടുവന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ, വരൂ. ഒരു ദിവസം സിംഹത്തിന് വേട്ടയാടാൻ ഒന്നും ലഭിച്ചില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ അത് ഒരു കുറുക്കൻ കുഞ്ഞിനെ കണ്ടു. അതിനെ കടിച്ചെടുത്ത് സിംഹം തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് സിംഹം തന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു: ഇന്ന് എനിക്ക് ഈ കുറുക്കൻ കുട്ടിയെ മാത്രമേ കിട്ടിയുള്ളൂ. ഇത് വളരെ ചെറുതാണ്. അതിനാൽ എനിക്ക് തന്നെ ഇതിനെ കൊല്ലാൻ തോന്നുന്നില്ല. നീ തന്നെ ഇതിനെ കൊന്നു തിന്നോളൂ. കുട്ടികൾക്കും കൊടുക്കണേ. ഇത് കേട്ട് ആശ്ചര്യത്തോടെ പെൺസിംഹം ഇങ്ങനെ ചോദിച്ചു: ചേട്ടന് തോന്നുന്നുണ്ടോ എനിക്ക് ഈ കുഞ്ഞിനെ കൊല്ലാൻ കഴിയുമെന്ന്? ഇന്നു മുതൽ ഇത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞാൻ ഇതിനെ നല്ലപോലെ ലാളിച്ചു വളർത്തും. നോക്കിക്കോളൂ, ഇവൻ ഇവിടെ സന്തോഷത്തോടെ നമ്മുടെ കുട്ടികളോടൊപ്പം വളരുന്നത് അവനിവിടെ ഒരു കുറവുണ്ടാവില്ലെന്നേ. സിംഹിണി നല്ലൊരമ്മയായിരുന്നു. അവൾ കുറുക്കൻ കുട്ടിയെ തന്റെ കുട്ടികളുടെ കൂടെ വളർത്തി. 3 കുട്ടികളും ഒരുമിച്ച് വളർന്നു. അവർ വളരെ സന്തോഷത്തോടെ ഒളിച്ചു കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടിക്കളിച്ചു. കൊച്ചുമൃഗങ്ങളെ അവർ ഓടിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ വലിയൊരു ആനയെ കണ്ടു. സിംഹക്കുട്ടികൾ അതിന്റെ പിന്നാലെ ഓടി. അവർക്ക് പേടിയൊന്നും തോന്നിയില്ല. എന്നാൽ കുറുക്കൻ അവിടെ തന്നെ നിന്നു. അതിന് ആനയെ കണ്ടപ്പോൾ പേടി തോന്നി. കുറുക്കൻ പേടിച്ച് വിളിച്ചിങ്ങനെ പറഞ്ഞു: അത് ആനയാണ്, അതിന്റെ അടുത്ത് പോവരുത്, അത് നമ്മളെ കൊല്ലും. ഇതും പറഞ്ഞ് കുറുക്കൻ വാലും പൊക്കി വീട്ടിലേക്കോടി. എന്നാൽ സിംഹക്കുട്ടികൾ ആനയുടെ പിന്നാലെ തന്നെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആന പെട്ടെന്ന് തിരിഞ്ഞു. സിംഹക്കുട്ടികൾ പേടിച്ച് തിരിഞ്ഞോടി. വീട്ടിലെത്തിയപ്പോൾ അവർ എല്ലാ സംഭവങ്ങളും മാതാപിതാക്കളോട് പറഞ്ഞു. സിംഹക്കുട്ടി പറഞ്ഞു: ഞങ്ങൾ ആനയെ കണ്ടപ്പോ അതിന്റെ പിന്നാലെ ഓടി. പക്ഷേ ഞങ്ങളുടെ ഈ സഹോദരൻ പേടിത്തൊണ്ടനാണ്. അവൻ പേടിച്ച് ഓടിക്കളഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊന്നും പേടി തോന്നിയില്ലട്ടോ. കുറുക്കൻ കുട്ടി ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ മുഖം ചുളിച്ചു. അവൻ ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? ഞാൻ പേടിത്തൊണ്ടനൊന്നുമല്ല. നിങ്ങളെക്കാളും ധൈര്യശാലിയാണ്, ശക്തിമാനുമാണ്. നമുക്ക് യുദ്ധം ചെയ്ത് തീരുമാനിക്കാം നമ്മുടെ ഇടയിൽ ആരാണ് ധൈര്യശാലിയും ശക്തനുമെന്ന്. വാ. കുറുക്കന്റെ കണ്ണ് ദേഷ്യം കൊണ്ട് ചുവന്നു. പെൺസിംഹം ചിരിച്ചിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു: മോനെ, നീ നിന്റെ സഹോദരന്മാരോട് ഇങ്ങനെ വഴക്കിടുകയും സംസാരിക്കുകയും ചെയ്യരുത്. കുറുക്കന് ദേഷ്യം വന്നു. എനിക്കവർക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ എത്രത്തോളം ശക്തനാണെന്ന്. ഞാൻ ആനയുമായി യുദ്ധം ചെയ്ത് അതിനെ കൊല്ലുന്നത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കുറുക്കന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. സിംഹിണി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു: അതെ അതെ, ഞങ്ങൾക്കെല്ലാം അറിയാം മോനെ. നീ വളരെ ശക്തനാണ്, സുന്ദരനാണ്, ബുദ്ധിമാനാണ്. പക്ഷേ കുറുക്കന് ആനയെ കൊല്ലാൻ സാധിക്കില്ല. അതെപ്പോഴും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യ കേട്ടോ. കുറുക്കൻ പെൺസിംഹത്തോട് ചോദിച്ചു: അതെന്താ അമ്മ അങ്ങനെ? കുറുക്കന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പെൺസിംഹം ഇങ്ങനെ പറഞ്ഞു: നീ ഒരു കുറുക്കനാണ്, സിംഹം അല്ല മോനെ. നീ അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഞങ്ങൾക്ക് നിന്നോട് ദയ തോന്നിയ കാരണമാണ് ഞങ്ങൾ നിന്നെ കൊല്ലാതെ വിട്ടത്. ഞാൻ നിന്നെ എന്റെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് വളർത്തിയത്. എന്റെ കുട്ടികൾക്കറിയില്ല നീ വെറും ഒരു കുറുക്കനാണെന്ന്. ഒരുപക്ഷെ അവർക്കത് മനസ്സിലായാൽ ചിലപ്പോ അവര് നിന്നെ കൊന്നു തിന്നൂന്ന് വരും. കുറുക്കൻ പേടിച്ചുപോയി. അവൻ ചോദിച്ചു: ഞാനിനി എന്ത് ചെയ്യും അമ്മേ? അപ്പോൾ പെൺസിംഹം മറുപടി പറഞ്ഞു: നീ ഇപ്പൊ തന്നെ ഇവിടെ ഒന്ന് പോയി മറ്റു കുറുക്കന്മാരുടെ കൂടെ താമസിക്കൂ. നീ അവരുടെ കൂടെ സുരക്ഷിതനായിരിക്കും. കുറുക്കൻ തലയാട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി.
ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം നമ്മൾ നമ്മുടെ ശക്തി മനസ്സിലാക്കണം എന്നാണ്.